നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 149 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. ഇന്ന് 150 ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം. നാവേ നീ ചൊല്ലിയാഞ്ഞാൽ അഖിലമഫലമെന്നത്ര ലോകേ പ്രസിദ്ധം. നാവാലൊന്നുച്ചരിച്ചാൽ അവൻ അമൃതഹരൻ പിന്നെ എന്നും പ്രസിദ്ധം. നാവേ നാണം വരുന്നു മനസ്സി വെളിവരാഞ്ഞിങ്ങിനെ എണ്ണി എണ്ണിച്ചാവാനോ നാമസങ്കീർത്തനമജിത വിഭോ ദേഹി ദേഹി പ്രസാദം. നാവേ എന്ന് നാവിനോട് പറയുന്ന മാതിരി സ്വയം പറയാണ്. അല്ലയോ നാവേ, നാമസങ്കീർത്തനം, ഭഗവൻ നാമസങ്കീർത്തനം നീ ചൊല്ലിയാഞ്ഞാൽ അഖിലം അഫലമെന്ന് അത്ര ലോകേ പ്രസിദ്ധം. ആ സങ്കീർത്തനം ചൊല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അഫലമാകും എന്നത് ഈ ലോകത്തിൽ പ്രസിദ്ധമാണ്. പിന്നെയോ, നാവാൽ ഒന്നുച്ചരിച്ചാൽ പിന്നെ അവൻ അമൃതഹരൻ എന്നും പ്രസിദ്ധം. ആ നാവ് കൊണ്ട് ആ ഭഗവൻ നാമസങ്കീർത്തനം ഒരിക്കലെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉച്ചരിച്ചാൽ, ഒന്ന് ചൊല്ലിയാൽ പിന്നെ അവൻ, അങ്ങനെ ചൊല്ലുന്ന ആള് അമൃതഹരൻ, അമൃതത്തെ ഹരിക്കുന്നവൻ, അതായത് ഈ ജനന മരണമാകുന്ന ഈ സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തനായവൻ എന്ന് പ്രസിദ്ധമാണ്. നാവേ നാണം വരുന്നു. അല്ലയോ നാവേ, എനിക്ക് നാണം തോന്നുന്നു. എന്തിനാണ്? മനസ്സി വെളിവരാഞ്ഞ് എന്ന് വെച്ചാൽ മനസ്സിൽ ആ വെളിവ്, ജ്ഞാനം, അറിവ്, അത് മനസ്സിൽ തോന്നാഞ്ഞിട്ട്, അത് മനസ്സിൽ തെളിഞ്ഞു വരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് നാണം തോന്നുന്നത്. ഇങ്ങനെ എണ്ണി എണ്ണിച്ചാവാനോ, അവിടുത്തെ ആ രൂപം മനസ്സിൽ തെളിഞ്ഞു വരാതെ ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി എണ്ണി ഇങ്ങനെ ഈ സംസാര ബന്ധനത്തിൽ കഴിയാനാണോ? അജിത വിഭോ ദേഹി ദേഹി പ്രസാദം. അജിത, ആരാലും ജയിക്കപ്പെടാൻ സാധിക്കാത്തവനായവനെ, സർവവ്യാപിയായ അല്ലയോ വിഭോ, പ്രസാദം ദേഹി, പ്രസാദിച്ചാലും. ഇവിടെ പൂന്താനം തിരുമേനി അവനവനോട് തന്നെ, അവനവൻ്റെ നാവിനോട് പറയുന്നതായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഉപദേശം നൽകുകയാണ്. നീ ഭഗവാന്റെ ആ തിരുനാമങ്ങൾ ഏതും ആയിക്കോട്ടെ, ആ നാമങ്ങൾ ചൊല്ലുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊന്നും വേണ്ട ഫലം ലഭിക്കില്ല. അത് ലോകത്തിൽ പ്രസിദ്ധമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആ തിരുനാമം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചൊല്ലാൻ സാധിച്ചാൽ അവന് ഏറ്റവും വലിയ പരമാനന്ദം ലഭിക്കും എന്നതും പ്രസിദ്ധമാണ്. പിന്നത്തെ വരിയിൽ നാവേ നാണം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത് നാമങ്ങൾ ഒന്നും ജപിക്കാത്തത് കൊണ്ട് തന്നെ മനസ്സിന് ഒരു തെളിവും ഉണ്ടാവുന്നില്ല, ഒരു പ്രകാശവും, ജ്ഞാനത്തിൻ്റെ ഒരു പ്രകാശവും ലഭിക്കാതെയുള്ള നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ലജ്ജ തോന്നുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ മനസ്സിൽ ആ ജ്ഞാനം ഇല്ലാതെ, ആ ആനന്ദം ലഭിക്കാതെ ഓരോ ദിവസവും ഇങ്ങനെ എണ്ണി എണ്ണി മരിക്കാനാണോ യോഗം? ഹേ അജിത വിഭോ, ഈ 2 പദങ്ങളും ഭഗവാനെ സംബോധന ചെയ്യുന്നതാണ്. വെച്ചാൽ അജിത വിഭോ എന്ന് വിളിച്ച് പറയാണ്, ദേഹി ദേഹി പ്രസാദം, എന്നിൽ പ്രസാദിച്ചാലും, അല്ലയോ ഭഗവാനെ എന്നിൽ പ്രസാദിച്ചാലും, എന്നെ അനുഗ്രഹിച്ചാലും എന്ന്. ഇനി അടുത്ത ശ്ലോകം. രാധാസ്തനങ്ങളിലൊളിച്ചരുളുന്ന നിന്മയി ഭേദാശ്രയം മമ വിടുത്തരുൾ മോഹമെല്ലാം.
ബോധാശ്രയം തവ കളേബരമോർത്തുകൊള്ളുവാനേതൽ പ്രഭോ ബഹുവിരോധകമായി വരുന്നു. ഇവിടെ രാധാസ്തനങ്ങളിൽ ഒളിച്ചരുളുന്ന നിന്മയി ഭേദാശ്രയം എന്ന് വെച്ചാൽ രാധാദേവിയുടെ സ്തനങ്ങളിൽ രമിക്കുന്നവൻ എന്ന് ഭാവിക്കുന്ന അവിടുത്തെ തന്നെ ആ ഭേദത്തെ ആശ്രയിച്ചുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരമായിരിക്കുന്ന ബോധാശ്രയം തവ കളേബരം, ആ ബോധം ബുദ്ധിയുടെ സ്വരൂപമായിരിക്കുന്ന അവിടുത്തെ ആ കളേബരം ശരീരം ഓർത്തുകൊള്ളുവാൻ സ്മരിക്കുന്നതിന് അല്ലെങ്കിൽ ധ്യാനിക്കുന്നതിനായിട്ട് ബഹുവിരോധകമായി വരുന്നു, തടസ്സമായിട്ട് വരുന്നു, ഞാൻ അശക്തനായി തീരുന്നു. പ്രഭോ അല്ലയോ ഭഗവാനെ, ഏതത് മമ മോഹമെല്ലാം വിടുത്തരുൾ, എൻ്റെ ഈ മോഹമെല്ലാം അജ്ഞാനമെല്ലാം നീക്കിത്തരയണമേ എന്നാണ് ഇവിടെ പറയുന്നത്. എന്നുവെച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാരമായിരിക്കുന്ന ശുദ്ധ ജ്ഞാനസ്വരൂപമായിരിക്കുന്ന അവിടുത്തെ ആ കളേബരം, ആ രൂപം ധ്യാനിക്കുന്നതിനായിട്ട് അവിടുത്തെ തന്നെ ഈ മായാവലയത്തിൽ മോഹിതനായതുകൊണ്ട് അവിടുത്തെ ആ രൂപം ധ്യാനിക്കാൻ പോലും ഞാൻ അശക്തനായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മോഹം എന്നിൽ നിന്ന് മാറ്റി അവിടുത്തെ ആ രൂപത്തെ മനസ്സിൽ കാണാൻ അനുഗ്രഹിക്കണം എന്നാകാം ഇവിടെ അർത്ഥമാക്കുന്നത്. ഇന്ന് വായിച്ച ആ 2 ശ്ലോകങ്ങൾ ഒന്നുകൂടി വായിക്കാം. നാവേ നീ ചൊല്ലിയാഞ്ഞാൽ അഖിലമഫലമെന്നത്ര ലോകേ പ്രസിദ്ധം, നാവാലൊന്നുച്ചരിച്ചാൽ അവനമൃതഹരൻ പിന്നെ എന്നും പ്രസിദ്ധം. നാവേ നാണം വരുന്നോ മനസ്സി വെളി വരാഞ്ഞിങ്ങിനെ എണ്ണി എണ്ണിച്ചാവാനോ നാമസങ്കീർത്തനമജിത വിഭോ ദേഹി ദേഹി പ്രസാദം. രാധാസ്തനങ്ങളിലൊളിച്ചരുളുന്ന നിന്മയി ഭേദാശ്രയം മമ വിടുത്തരുൾ മോഹമെല്ലാം. ബോധാശ്രയം തവ കളേബരമോർത്തുകൊള്ളുവാനേതൽ പ്രഭോ ബഹുവിരോധകമായി വരുന്നു. അടുത്ത ശ്ലോകങ്ങൾ ഇനി അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ